ഗസയുടെ തെക്കൻ നഗരമായ റഫയിലെ പടിഞ്ഞാറൻ മേഖലയിൽ ടെൽ അൽ സുൽത്താനിലെ അഭയാർത്ഥി ക്യാമ്പിൽ 1 മില്യൺ മനുഷ്യർ അഭയം തേടിയെത്തിയിരുന്നു. ദിവസങ്ങളായി അവിടെ എത്തിയിട്ട് കുഞ്ഞുങ്ങൾ അവിടെ കെട്ടിപ്പിടിച്ചും ഉള്ളത് പരസ്പരം പങ്കുവച്ചും കഴിയുകയായിരുന്നു. പ്രതീക്ഷയുടെ നല്ല പുലരികളെക്കുറിച്ച് കഥകൾ പറഞ്ഞ് അവർ ഉറ്റവരോടൊപ്പം കഴിയുകയായിരുന്നു. അവിടെയാണ് ചോരക്കൊതിയോടെ ഇസ്രയേൽ എന്ന കൊലയാളി രാഷ്ട്രം ഒടുവിലെത്തിയത്. 200 ടൺ ബോംബുകളാണ് അവർക്കുമേൽ വർഷിച്ചത്. എല്ലാ കൂടാരങ്ങളും കത്തിച്ചാമ്പലായി. നിസ്സഹായരായ അഭയാർത്ഥികളെ കിടക്കപ്പായലിട്ട് കത്തിച്ചു കളയുകയാണ് ഇസ്രയേൽ. അമേരിക്കയുടെ പിന്തുണയാണ് ഇസ്രയേലിന്റെ ബലം. ഇപ്പോഴിതാ $2600 കോടി അമേരിക്ക ഇസ്രയേലിന് കൈമാറുന്നു. എന്തിനാണെന്നോ? റഫയിലെയും ഗസയിലെയും കുഞ്ഞുമക്കളെ കത്തിച്ചു കളയാൻ, സ്ത്രീകളെയും വൃദ്ധരെയും കൊന്നുതള്ളാൻ. വെന്തുമരിച്ച കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾക്കുമേൽ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ. ഗസയെ തുടച്ചുകളയുമെന്ന നെതന്യാഹുവിന്റെ തീരുമാനം നടപ്പാക്കപ്പെടുകയാണ്. മനുഷ്യരിങ്ങനെ ദാരുണമായി കൊല്ലപ്പെടുന്നു. ആധുനിക ലോകത്തിന്റെ ചരിത്രത്തിൽ ലോകയുദ്ധങ്ങളിൽ പോലും ഇത്ര നീചവും ക്രൂരവുമായി ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോടും അവിടുത്തെ കുഞ്ഞുങ്ങളോടും പെരുമാറിയിട്ടില്ല. കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊന്നുകളഞ്ഞിട്ടില്ല. നോക്കൂ, എത്ര കുഞ്ഞുങ്ങളെയാണ് ഇസ്രയേൽ കൊന്നു തിന്നത്. റഫയിലെ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ വർഷിച്ച ബോംബിന്റെ തീ കത്തുന്നത് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും നെഞ്ചിലാണ്. ഓർക്കണം, മനുഷ്യരുടെ നെഞ്ചിൽ. തലയേറ്റുപോയ ഒരു കുഞ്ഞു മൃതദേഹത്തെ ഉയർത്തിപ്പിടിച്ച് വാവിട്ടു കരയുന്ന ദൃശ്യം നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഈ കാഴ്ച നെതന്യാഹുവിനെ, ബൈഡനെ, അവർക്കു വേണ്ടി കിരാതകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ തെല്ലും നോവിക്കുന്നില്ലെങ്കിൽ, നമ്മെ തൊടുന്നില്ലെങ്കിൽ നമുക്ക് നീതിയെന്നോ മനുഷ്യനെന്നു പോലുമോ പറയാൻ അർഹതയില്ല. ഐക്യരാഷ്ട്രസഭ നേരിട്ട് നോക്കുന്ന ഇടത്തിലാണ് ഇസ്രയേൽ ബോംബിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര കോടതിയാണ് ഇസ്രയേലിനോട് അരുതെന്ന് പറയുന്നത്. പക്ഷേ ഒരു പുല്ലുവില പോലും ഇസ്രയേൽ ഇതിനൊന്നും കൽപ്പിക്കുന്നില്ല. തികഞ്ഞ ഹുങ്കാരമാണ്, അതിരുകടന്ന ധാർഷ്ട്യമാണ് ഇസ്രയേലിനെ ഭരിക്കുന്നത്. അത് ധിക്കാരമാണ്. ഫറോവമാർ കാണിച്ച അതേ ധിക്കാരം, ഫറോവമാരെ നാമാവശേഷമാക്കിയ അതേ ചരിത്രം നിങ്ങളെയും കാത്തിരിക്കുന്നു. മിസ്റ്റർ നെതന്യാഹു, മിസ്റ്റർ ബൈഡൻ.